നമസ്കാരം. കേവലം 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുക, അതും പ്രകൃതി വിരുദ്ധ പീഡനങ്ങളടക്കം. ആ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും പണിക്ക് പോവുകയാണ്, തോട്ടം തൊഴിലാളികളാണ്. അവർ പണിക്ക് പോകുമ്പോൾ കൊച്ചൊറ്റയ്ക്കാണ്. അയൽപക്കത്തുള്ള ഒരു നേതാവ്, DYFI നേതാവാണ്. അവൻ അവിടെ വരുന്നു, പഞ്ചാര മുട്ടായി കൊടുത്ത് പഞ്ചാര വാക്കുകൾ പറഞ്ഞ് പൊട്ടുതിരിയാത്ത കുഞ്ഞിനെ, ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായ കുഞ്ഞ് മരിച്ചു പോകുന്നു. കുഞ്ഞ് ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ അതിനെ കെട്ടിത്തൂക്കുന്നു. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. പ്രതിയെ പിടികൂടുന്നു. DYFI നേതാവാണ്, അർജുൻ എന്നാണ് പേര്. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിലെ തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ സംഭവിച്ച സംഭവമാണ്. 2021 ദുരന്തമുണ്ടായത്. പക്ഷേ കഴിഞ്ഞ വർഷം കട്ടപ്പന പോക്സോ കോടതി ഈ വൃത്തികെട്ട മനുഷ്യനെ വെറുതെ വിടുന്നു. കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോടതികൾക്ക് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. കോടതികൾ ഒരു പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കണം, തെളിവുകൾ നോക്കണം. തെളിവ് എന്ന് പറഞ്ഞാൽ വെറുതെ തെളിവുണ്ടായാൽ പോരാ, കോടതിക്ക് ഉത്തമ ബോധ്യമുണ്ടായാലും പോരാ. അയാളെ ശിക്ഷിക്കുന്നത് എവിഡൻസ് ആക്ട് അനുസരിച്ചുള്ള തെളിവുകൾ വേണം. ഈ തെളിവ് ഉണ്ടാക്കേണ്ടത് ആരാണ്? പോലീസാണ്. ഈ തെളിവ് കോടതിയിൽ അവതരിപ്പിക്കേണ്ടത് ആരാണ്? പ്രോസിക്യൂഷനാണ്. തെളിവ് കണ്ടെത്തുന്ന പോലീസോ ഈ തെളിവ് നിയമപരമായി കോടതിയിൽ അവതരിപ്പിക്കുന്ന പ്രോസിക്യൂഷനോ പരാജയപ്പെട്ടാൽ ഏത് വലിയ കുറ്റവാളിയും രക്ഷപ്പെടും. ഇങ്ങനെയാണ് അർജുന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അർജുൻ DYFIക്കാരനായതുകൊണ്ട് കേസ് അന്വേഷിച്ച പോലീസ് വേണ്ട ഒരു നടപടിക്രമം പൂർത്തിയാക്കിയില്ല. ഒരുപാട് വീഴ്ചകൾ. ഈ പെൺകുട്ടി മരിച്ചു കിടന്നിരുന്ന കട്ടിലിലെ ആ ബെഡ്ഷീറ്റ് പോലും എടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ല. ആ ബെഡ്ഷീറ്റിൽ കണ്ടിരുന്ന പുരുഷ ബീജം പരിശോധിച്ചില്ല. അതുപോലെ തന്നെ ജനൽ തുറന്നു കിടന്നിരുന്നു. പൂർണ്ണമായും അശാസ്ത്രീയമായാണ് നടത്തിയത്. എങ്ങനെയൊക്കെ പ്രതിയെ രക്ഷിക്കാമോ അത്തരത്തിൽ പോലീസ് കേസ് അന്വേഷിച്ച് അട്ടിമറിച്ച് കളഞ്ഞു. അങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നത്. പക്ഷേ സമൂഹത്തിനറിയാം, പോലീസിനറിയാം, പ്രോസിക്യൂഷനറിയാം, മാധ്യമങ്ങൾക്കറിയാം, പാർട്ടിക്കറിയാം, സകലർക്കും അറിയാം ഇയാൾ കുറ്റവാളിയാണെന്ന്. ഈ വൃത്തികെട്ടവന് ഒരു ഉളുപ്പമില്ലാതെ നീതിമാനാക്കാൻ വേണ്ടി റിപ്പോർട്ടർ ചാനൽ അവൻ്റെ അഭിമുഖവും കൊടുത്തു. സത്യത്തിൽ റിപ്പോർട്ടർ ചാനലിലൂടെ എനിക്ക് കലിപ്പുണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇത്രയും നെറികെട്ട ഒരുത്തനെ പോലീസ് അവൻ്റെ ഫോൺ പിടിച്ചെടുത്തിരുന്നു. ആ ഫോണിൽ കുട്ടികളുടെ ലൈംഗിക വൈകൃതങ്ങളുടെ ദൃശ്യങ്ങളുണ്ടായിരുന്നു പോലീസ് പറയുന്നത്. പക്ഷേ ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ല. അത് തെളിവായി ഇതിനകത്ത് ചേർത്തില്ല. അത് മാത്രം മതി. അവൻ കുട്ടികളുടെ രതിവൈകൃതങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നവനാണെങ്കിൽ ഇവൻ ഞരമ്പ് രോഗിയാണ് എന്നതിന് തെളിവാണ്. പക്ഷെ അതുപോലും പരിശോധിച്ചില്ല. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും പരാജയമായിരുന്നു. അന്ന് ഈ കേസുണ്ടായി അന്ന് ഇൻക്വസ്റ്റ് പോലും നടത്തിയില്ല. പിറ്റേ ദിവസമാണ് നടത്തിയത്. എല്ലാ തെളിവും നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിന്നു. അങ്ങനെ രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് കോടതി വെറുതെ വിട്ടു. പക്ഷെ ജനവികാരം ശക്തമായിരുന്നു. വീട്ടുകാർ ശപിച്ചു. പിണറായി വിജയന് പോലും സങ്കടം തോന്നി. കാരണം 6 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി കൊന്ന് കെട്ടിത്തൂക്കി ഒരുത്തൻ ഞെളിഞ്ഞു നടക്കുന്നത് പോലീസും സർക്കാരിന് നാണക്കേടാണ്. എന്തായാലും സർക്കാർ അപ്പീൽ പോകാൻ തീരുമാനിച്ചു. പക്ഷെ വലിയ ഗൗരവമൊരു വിഷയമാണ്. ഒരു വിചാരണ കോടതി വിചാരണ നടത്തി ഒരാളെ കുറ്റവിമുക്തനാക്കിയിട്ട് അത് വീണ്ടും വിചാരണ നടത്താൻ കഴിയുമോ? നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു കുറ്റത്തിന്റെ പേരിൽ ഒരിക്കലും വിചാരണ ചെയ്യാവൂ നിയമമുണ്ട്. പക്ഷെ വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് സർക്കാർ അപ്പീലുമായി ഹൈക്കോടതി പോയി. ഹൈക്കോടതി തീരുമാനിക്കണം ഇനി കേസെടുക്കണമോ വേണ്ടയോ എന്ന്. പക്ഷേ ഇതിന് നോട്ടീസിന് അവൻ മറുപടി പോലും കൊടുത്തില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറ്റവിമുക്തനാക്കപ്പെട്ടു. ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് അയച്ചു, മൈൻഡ് ചെയ്തേയില്ല, ഒരു മറുപടിയും കൊടുത്തില്ല. അങ്ങനെ അവൻ തടിയൂരാൻ ശ്രമിക്കുന്നു. സർക്കാർ കോടതിയിൽ പോയി നിലപാട് കർക്കശമായി പറയുന്നു, ഇവൻ രക്ഷപ്പെട്ടു പോകാം, ഇവന്റെ മേൽ എന്തെങ്കിലും ചെയ്യണം. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും അവർ രണ്ടുപേരും നിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചു. എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു വിധി. ആ വിധിയിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു വിചാരണ നടത്തി കുറ്റവിമുക്തനായ പ്രതിയോടെ ജാമ്യമെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിലപാട് വ്യക്തമാണ്. ഹൈക്കോടതി കേസ് പുനരന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ്. കാരണം കുറ്റവിമുക്തനായ ഒരാളോട് ജാമ്യമെടുക്കണമെന്ന് പറഞ്ഞാൽ കേസെടുത്തു എന്നാണ് അർത്ഥം. അതായത് കോടതിയിൽ എത്താതെ നോട്ടീസിന് മറുപടി കൊടുക്കാതെ ഞെളിഞ്ഞു നടന്ന ആ വില്ലന് ഇനി കോടതിയിൽ വന്നേ മതിയാവും. 10 ദിവസത്തിനകം അവൻ എത്തി ജാമ്യം എടുത്തില്ലെങ്കിൽ പോക്സോ കോടതിക്ക് അവന്റെ മേൽ ജാമ്യമില്ല വാറണ്ട്, നോൺ ബെയിലബിൾ വാറണ്ട് പ്രഖ്യാപിക്കാം. അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം. അതായത് അർജുൻ എന്ന് പറയുന്ന ആ നികൃഷ്ട ജീവി നിയമത്തിന് മുമ്പിലേക്ക് വന്നിരിക്കുന്നു. അവൻ ജയിലിലാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പുതിയ വിചാരണ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ വൃത്തികെട്ടവൻ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പുനരന്വേഷണം നടത്തേണ്ടി വരും. ഈ അന്വേഷണം കൊണ്ടൊന്നും ആവില്ല. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതിന് പ്രശ്നമുണ്ട്. ആ തെളിവുകൾ എങ്ങനെ ഇനി ശരിയാക്കിയെടുക്കുന്ന പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ഇത്തരം വൃത്തികെട്ടവന്മാരെയൊക്കെ സംരക്ഷിക്കുന്ന സാഹചര്യത്തിന് വൈകിയാണെങ്കിലും പരിഹാരമുണ്ടാവുന്നത് ആശ്വാസകരമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അഭിനന്ദിക്കാതിരിക്കുന്ന വഴിയില്ല. പക്ഷേ കോടതിയുടെ മേൽനോട്ടം വേണം. കാരണം ഇവിടെ ഈ കേസ് അന്വേഷണം ഇനി നന്നായി പോയാൽ
ഈ പ്രതി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി കേസന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അത് സഹപ്രവർത്തകർ സമ്മതിച്ചെന്ന് വരില്ല. കാരണം അവരുടെ സഹപ്രവർത്തകന് കുഴപ്പമുണ്ടാകാൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടം വേണം, കോടതിയുടെ നിർദ്ദേശം വേണം. എങ്കിൽ മാത്രമേ ഈ വൃത്തികെട്ട ജന്മം ജയിലിലാവൂ. ഇനിയെങ്കിലും ഇത്രയും നടപടി ഉണ്ടായ സ്ഥിതിക്ക് സർക്കാർ ഈ കേസ് അന്വേഷിച്ച പോലീസിനെതിരെ നടപടിയെടുക്കണം. ധൃതി പിടിച്ച് 78 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ ആഹ്വാനം നടത്തിയപ്പോൾ പലപ്പോഴും പോലീസ് പേരെടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും. ഈ കേസ് 78 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു, നടപടിക്രമം പാലിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ ധൃതി പിടിക്കുമ്പോഴുണ്ടാവുന്നതാണ്. കേസ് അന്വേഷിക്കാൻ അതിൻ്റെതായ സമയം വേണം, രേഖകൾ കണ്ടെത്താൻ അതിൻ്റെതായ സമയം വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. വെറുതെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് കാര്യമില്ല, പ്രതി ശിക്ഷിക്കപ്പെടണം. എന്തായാലും ഈ കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം. അത് നിയമപാലനത്തിന് ആവശ്യമാണ്. അർജുൻ ശിക്ഷിക്കപ്പെടുന്ന തരത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ പുനരന്വേഷണം നടക്കണം.